നമ്മൾ മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിറ്റ് 3 ആണ് നോക്കാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 3യിൽ പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നോക്കാം എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. Transpose of a matrix A is obtained by interchanging the rows and the columns of A and is denoted by A transpose. അതായത് നമുക്കൊരു മെട്രിക്സ് തരിക, എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിരിക്കുക, അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഒന്നെങ്കിൽ അതിൻ്റെ റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കോളംസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പലാണ്. എയുടെ മുകളിലായിട്ടൊരു ക്യാപിറ്റൽ ലെറ്റർ ടി, എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു. മെട്രിക്സ് 1 2 3 4 ഇതെന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആണല്ലോ. അപ്പോൾ ഈ എയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയാണ്. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ റോസിനെ എന്തായിട്ട് എഴുതുക? കോളമാക്കി എഴുതുക. നോക്കി, ഇവിടെ ആദ്യത്തെ റോ എന്ന് പറയുന്നത് 1 2 ആണ്. ഫസ്റ്റ് റോ അതാണല്ലോ, അതിനെ എന്താക്കുക? കോളമാക്കി എഴുതുക. 1 2 ഫസ്റ്റ് റോയെ നമ്മൾ ഫസ്റ്റ് കോളമാക്കി എഴുതി. നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് 3 4 ആണല്ലോ, അതിനെ നമ്മൾ അടുത്ത കോളമാക്കി എഴുതുക. 3 4 ഇതാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇതൊരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 2x2 തന്നെ ആയിരിക്കും. എല്ലാ കേസിലും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതായത് ഇതിപ്പം റോസും കോളംസും ഈക്വൽ ആണല്ലോ, ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ടാണ് എയ്ക്കും എ ട്രാൻസ്പോസിനും സെയിം ഓർഡർ കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുക്കുകയാണ്. മെട്രിക്സ് 1 2 3 4 5 6 7 8 ഇതെന്ന് പറയുന്നത് ഏത് ഓർഡർ ഉള്ളൊരു മെട്രിക്സാണ്? എത്ര റോസ് ഉണ്ട്? 1 2 3 4 4 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 1 2. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു 4x2 മെട്രിക്സ് ആണ്. നമുക്ക് ഈ ബിയുടെ എന്ത് കണ്ടുപിടിക്കണം? ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പോൾ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ റോസിനെ കോളംസ് ആയിട്ട് അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കോളത്തിനെ റോസ് ആയിട്ട് തന്നെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുമെന്ന്. ഇവിടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 2 അല്ലേ? ഈ 1 2യെ നമ്മൾ എന്താക്കണം? ഫസ്റ്റ് കോളമാക്കണം. ഫസ്റ്റ് റോയെ നമ്മൾ എന്താക്കുന്നു? ഫസ്റ്റ് കോളമാക്കി 1 2 എന്ന് എഴുതി. നെക്സ്റ്റ് 3 4 ആണല്ലോ അടുത്ത റോ, അതിനെ അടുത്ത കോളമായിട്ട് എഴുതുന്നു. നെക്സ്റ്റ് 5 6 ആണല്ലോ അടുത്ത റോ, അതിനെ അടുത്ത കോളമാക്കുന്നു. നെക്സ്റ്റ് 7 8 ആണല്ലോ, അതിനെ അടുത്ത കോളമാക്കി എഴുതുന്നു. അപ്പോൾ നമുക്ക് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടി. ഇതിൻ്റെ ഓർഡർ എന്താ? ഇവിടെ 2 റോയും 4 കോളംസ് ഉണ്ടല്ലേ, 1 2 3 4. അപ്പം നമുക്ക് എന്ത് കിട്ടി? 4x2 മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x4 മെട്രിക്സ് ആയി. അതായത് ഇവിടത്തെ നമ്പർ ഓഫ് റോസ് എന്തായി? ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് ആയി മാറി. അതേപോലെ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് ഇവിടുത്തെ എന്തായി മാറി? നമ്പർ ഓഫ് റോസ് ആയി മാറി. ഇൻ്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നേരെ വേണേൽ നമുക്ക് ഇത് തന്നെ വേണേൽ തിരിച്ചും ചെയ്യാം. ഈ ബി തന്നെ ഇപ്പോൾ നമ്മൾ റോസ് കോളമാക്കുകയല്ലേ ചെയ്തത്, വേണേൽ ഈ കോളത്തിനെ റോ ആക്കിക്കോ, സെയിം ആൻസർ തന്നെ കിട്ടും. നോക്കിയേ, ഫസ്റ്റ് കോളമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് വരും 1 3 5 7. അതിനെ ഫസ്റ്റ് റോ ആക്കിയാൽ മതി. 1 3 5 7 ഇങ്ങനെ കിട്ടും. നെക്സ്റ്റ് കോളം 2 4 6 8 അത് ആ കോളം എന്താക്കുന്നു? റോ ആക്കുന്നു. അപ്പം 2 4 6 8 എന്ന് വരും. സംഭവം സെയിം തന്നെ കിട്ടിയില്ലേ? അപ്പം ഒന്നെങ്കിൽ റോയെ ഇൻ്റർചേഞ്ച് ചെയ്ത് കോളമാക്കുക, അല്ലെങ്കിൽ കോളത്തിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് റോ ആക്കുക. അപ്പോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ട്രാൻസ്പോസിന് കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുള്ളായിട്ട് തന്നെ വരും. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. അതായത് നമ്മൾ എ എന്ന് പറയുന്ന നമുക്കത് പ്രൂവ് ചെയ്ത് നോക്കാം.
അപ്പം നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ എന്നാണ് നമ്മളോട് പറയുന്നത്. നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു മെട്രിക്സ് എടുക്കുന്നു, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു. എന്തെടുക്കാം? 1 3 5 7 8 2. ദാ ഇങ്ങനൊരു മെട്രിക്സ് എടുത്തു. ഒരു 2/3 മെട്രിക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ഉണ്ട് നമ്മുടെ. നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തത് എ ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പോൾ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമ്മൾ റോയെ കോളമാക്കണം, അല്ലെങ്കിൽ കോളത്തിനെ റോയാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റോ എടുക്കുന്നു 1 3 5, അതിനെ ഫസ്റ്റ് കോളമാക്കി എഴുതി. നെക്സ്റ്റ് 7 8 2 എന്ന് പറയുന്ന റോയെ നമ്മൾ അടുത്ത കോളമാക്കി എഴുതി. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു 3/2 മെട്രിക്സ് കിട്ടി അല്ലേ? നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഈ എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസും കൂടി കണ്ടുപിടിക്കണം. അതായത് ഈ കിട്ടിയ എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് റോ 1 7, അതിനെ ഫസ്റ്റ് കോളമാക്കി. നെക്സ്റ്റ് റോ 3 8, അതിനെ അടുത്ത കോളമാക്കി. നെക്സ്റ്റ് റോ 5 2, അതിനെ അടുത്ത കോളാക്കി എഴുതി. നമുക്ക് എന്ത് തന്നെ കിട്ടി? ദാ ഇത് നോക്കി, ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസും എയും ഈക്വലായിട്ടല്ല കിട്ടിയേ. 1 3 5 7 8 2. ഇവിടെ 1 3 5 7 8 2 രണ്ടും ഈക്വലായിട്ട് കിട്ടിയല്ലോ. അതായത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? കെ ഇൻറ്റു എ ട്രാൻസ്പോസിന് തുല്യമാണെന്നാണ് പറയുന്നത്. അതായത് കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്തിന് തുല്യമാണ്? കെ ഇൻറ്റു എ ട്രാൻസ്പോസിന് തുല്യം. ഈ എ ട്രാൻസ്പോസിന് നമ്മൾ വേറെ രീതിയിലും സൂചിപ്പിക്കും കേട്ടോ. എ ഡാഷ് എന്നും പറയാറുണ്ട്. അപ്പോൾ ചില ടെക്സ്റ്റിലൊക്കെ എ ഡാഷ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് എന്ത് തന്നെയാണ്? എ ട്രാൻസ്പോസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു. 1 2 3 4 5 6. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്ത് ഓർഡറുള്ള മെട്രിക്സാ? 2/3 മെട്രിക്സ് ആണല്ലേ. നമുക്കിത് പ്രൂവ് ചെയ്യണമല്ലോ. നമ്മുടെ ഈ ഒരു റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കെ വേണം. ബ്രാക്കറ്റിനുള്ളിൽ കെ അല്ലേ കിടക്കുന്നത്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു സ്കെയിലാറിനെ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? ആ മെട്രിക്സിലുള്ള ഓരോ എലമെൻറ്റിനെയും ആ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു നമ്മുടെ മെട്രിക്സ് ആയ 1 2 3 4 5 6 എന്ന് വരും. അതിനെ എങ്ങനെ എഴുതാം? ഓരോന്നിനെയും കെ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു കെ കെ, 2 ഇൻറ്റു കെ 2k, നെക്സ്റ്റ് 3 ഇൻറ്റു കെ 3k, ദെൻ 4 ഇൻറ്റു കെ 4k, ദെൻ 5 ഇൻറ്റു കെ 5k, ദെൻ 6 ഇൻറ്റു കെ 6k. അപ്പോൾ കെ എ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? കെ എ ദ ഹോൾ ട്രാൻസ്പോസ് വേണം. അപ്പോൾ കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഈ കെ എ നമുക്കിത് കിട്ടിയല്ലോ, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് റോ കെ 2k 3k, അതിനെ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതുന്നു. കെ 2k 3k. നെക്സ്റ്റ് റോ 4k 5k 6k, അതിനെ അടുത്ത കോളം ആക്കി എഴുതി. 4k 5k 6k എന്ന് കിട്ടി. അപ്പം നമ്മുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. കെ എ ദ ഹോൾ ട്രാൻസ്പോസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇക്വേഷൻ നമ്പർ 1 എന്നങ്ങ് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പോൾ എ ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. എ എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ത് വരും? ഇതാണ് എ. എന്താ? 1 2 3 എന്ന് പറയുന്ന റോ കോളമായി മാറും. 4 5 6 എന്ന് പറയുന്ന റോ കോളമായി മാറും. അപ്പോൾ എ ട്രാൻസ്പോസ് ആയല്ലോ. ഇനി നമുക്ക് വേണ്ടത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. അതായത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ അത് എഴുതി കൊടുക്കുന്നു. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഇതിനെ ഇവിടെയും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. ആ മെട്രിക്സിനുള്ളിലെ ഓരോ ആൾക്കാരെയും നമ്മുടെ സ്കെയിലാറായ കെ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ 1 ഇൻറ്റു കെ കെ,
4 ഇൻറ്റു കെ, ഇവിടെ 4k വരും. 2 ഇൻറ്റു കെ 2k, 5 ഇൻറ്റു കെ 5k, ഇവിടെ 3 ഇൻറ്റു കെ 3k വരും, ഇവിടെ 6 ഇൻറ്റു കെ 6k എന്ന് വരും. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പം നമ്മൾ രണ്ട് സൈഡും കണ്ടുപിടിച്ചു. കെ ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു, കെ ഇൻറ്റു എ ട്രാൻസ്പോസും കണ്ടുപിടിച്ചു. നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ ഒന്ന് നോക്കിക്കേ. ആ രണ്ട് മെട്രിക്സ് നോക്കിയാൽ രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ എന്ത് നമുക്ക് പറയാൻ പറ്റും? കെ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് മനസ്സിലാക്കി പഠിച്ചു വെക്കേണ്ടത്. ഈ പ്രൂഫ് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ എളുപ്പമായിട്ട് വരും. അപ്പോൾ പ്രോപ്പർട്ടീസൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ രണ്ട് പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാൻ പറ്റും? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാനായിട്ട് പറ്റും. നമുക്കതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആരെ വേണം? രണ്ട് മെട്രിക്സുകൾ വേണം. അപ്പോൾ എ എന്ന് പറയുന്നത് 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. ഇവിടെ അഡീഷനാണ്. അഡീഷൻ നടക്കണമെങ്കിൽ എന്തായാലും രണ്ട് മെട്രിക്സ് സെയിം ഓർഡറിലുള്ള ആൾക്കാർ തന്നെ വേണം. അപ്പോൾ നമുക്ക് രണ്ട് ആൾക്കാരെ എടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സും നമ്മൾ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ എ പ്ലസ് ബി കണ്ടുപിടിക്കണമല്ലോ. എ പ്ലസ് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് രണ്ടും സെയിം ഓർഡർ ആയിരിക്കണം. ഇവിടെ 2x2 ആണ് രണ്ടും. അത് കണ്ടീഷൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ അങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ 1ഉം 7ഉം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റായ 1ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻ്റായ 2ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. നെക്സ്റ്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റായ 3ഉം 11ഉം കൂടെ ആഡ് ചെയ്ത് 14 കിട്ടും. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻ്റായ 4ഉം 8ഉം കൂടെ ആഡ് ചെയ്ത് നമുക്ക് 12 കിട്ടും. അപ്പോൾ എ പ്ലസ് ബി ആയി. നമുക്ക് വേണ്ടത് എ പ്ലസ് ബി ആണോ? അല്ല, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് നമുക്ക് വേണം. അതായത് ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ റോ 8 4 അതെന്താകും? കോളമാകും. ഈ റോ 14ഉം 12ഉം ആണ്. അത് അടുത്ത കോളം ആയി മാറും. അപ്പം നമുക്ക് ഒരു സൈഡ് കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പോൾ എ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എ എന്ന് പറയുന്നത് 1 2 3 4. അപ്പോൾ ഈ 1ഉം 2ഉം ആദ്യത്തെ റോയാണ്, അത് കോളമായി. 3ഉം 4ഉം അടുത്ത റോയാണ്, അത് അടുത്ത കോളമായി മാറി. എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ഇനി ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അപ്പോൾ ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പം ഇവിടുത്തെ റോ 7 2 ഇവിടുത്തെ കോളമായി, ഇവിടുത്തെ 11 8 ഇവിടുത്തെ കോളമായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഈ രണ്ട് മെട്രിക്സും കൂടെ ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 7 8 കിട്ടി. നെക്സ്റ്റ് 3ഉം 11ഉം 14 കിട്ടി. അടുത്ത റോയിലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 2ഉം 2ഉം കൂടെ 4 കിട്ടി. ദെൻ 4ഉം 8ഉം കൂടെ 12 കിട്ടി. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇവിടെ നോക്കിയേ, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ദെൻ ഈ ഇവിടുത്തെ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് വെച്ചു. ഇക്വേഷൻ 2 രണ്ടും ഈക്വൽ ആണോ? ഇക്വേഷൻ 1ഉം 2ഉം ഈക്വൽ ആണോ നോക്കിയേ. നോക്കിയേ, 8 14 4 12. ഇവിടെ 8 14 4 12 തന്നെ കിട്ടി. രണ്ടും ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസിനെ നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എ ബി ദ ഹോൾ ട്രാൻസ്പോസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ആദ്യം ബി ട്രാൻസ്പോസാണ് വരുന്നത്. ഇവിടെ ആദ്യം എ ട്രാൻസ്പോസ് വന്ന സംഭവം നടക്കത്തില്ല. അപ്പോൾ ഇത് പ്രത്യേകം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് റിസൾട്ടുമാണ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസിനെ എങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് എഴുതാനായിട്ട് പറ്റില്ല.
ഓക്കെ, നമുക്കിനി അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഇക്വേഷനാണ് എ ബി ദ ഹോൾ ട്രാൻസ്പോസിനെ നമുക്ക് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പം ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ വേണം? നമുക്ക് രണ്ടാൾക്കാരെ വേണം അല്ലേ? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയ 9 8 2 -3 എന്ന് നമ്മൾ എടുത്തു. ഇനി ബി എ നമ്മൾ എടുക്കുന്നു 4 2 1 0 എന്ന് എടുക്കുന്നു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ. ഇവിടെ എ ബി ട്രാൻസ്പോസാണ് നമുക്ക് വേണ്ടതല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി എന്ന് പറയുമ്പം നമ്മുടെ എ ആയ 9 8 2 -3 ഇൻറ്റു 4 2 1 0. ഓക്കെ, ഇനി നമുക്കിത് എന്ത് ചെയ്യാം? നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇവിടെ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ? ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളമായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് 9 8 എടുത്തു. ഇവിടുത്തെ കോളം 4 1 ആണ്. അപ്പം 9 × 4 + 8 × 1. 9 × 4 + 8 × 1. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും തമ്മിലാണ്. എന്ത് വരും? 9 × 2 + 8 × 0. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഫസ്റ്റ് റോയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് രണ്ടും നമ്മുടെ ഫസ്റ്റ് റോയിൽ എഴുതുകയും ചെയ്തു. ഇനി സെക്കൻഡ് റോയും നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് കോളവും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോവുക. 2 × 4 + -3 × 1. നെക്സ്റ്റ് 2 അടുത്ത ഈ ഒരു റോയും ഈ സെക്കൻഡ് കോളവും തമ്മിലാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. 2 × 2 + -3 × 0. ഓക്കെ ആണല്ലോ. ഇനി എന്ത് വരും? 9 × 4 + 8 × 1 എന്ന് പറയുന്നത് 44 വരും. നെക്സ്റ്റ് 9 × 2 + 8 × 0 എന്ന് പറയുന്നത് 18 വരും. ദെൻ 2 × 4 8 ആണ്, പ്ലസ് -3 എന്ന് പറയുന്നത് 5 വരും. നെക്സ്റ്റ് 2 × 2 4 വരും, -3 × 0 0 ഒരു 4 + 0 4 വരും. അപ്പം നമുക്ക് എ ബി കിട്ടിയല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്? എ ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പോൾ എ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എ ബിയുടെ ട്രാൻസ്പോസ് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റോ എന്താകും? കോളമായി മാറും. ഈ റോ 5 4 എന്ന് പറയുന്നത് അടുത്ത കോളമായി മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ എ ബി ട്രാൻസ്പോസ് കിട്ടി. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്യണം അല്ലേ. അപ്പോൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്യാൻ ആദ്യം ബി ട്രാൻസ്പോസ് എന്താ കിട്ടുക? 4 2 എന്നുള്ളത് കോളമാകും, 1 0 എന്നുള്ള റോയും കോളമാകും. അപ്പോൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ത് വരും? 9 8 എന്നുള്ളത് കോളമാകും. ദെൻ 2 -3 എന്നുള്ള റോയെ കോളായി മാറും. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നോക്കിക്കോ, ഈ ഒരു റോയും ഈ ഒരു കോളവും തമ്മിലാണ് ചെയ്യുന്നത്. അപ്പോൾ 4 × 9 + 1 × 8. 4 × 9 + 1 × 8. ഓക്കെ, നെക്സ്റ്റ് ഈ റോയും ഈ കോളം 4 × 2 + 1 × -3. 4 × 2 + 1 × -3. നെക്സ്റ്റ് റോ എടുക്കുന്നു. ഈ റോയും ഫസ്റ്റ് ഈ കോളവും തമ്മിൽ ചെയ്യുമ്പോൾ 2 × 9 + 0 × 8. നെക്സ്റ്റ് ഈ റോയും ഈ കോളവും എടുക്കുന്നു. അപ്പോൾ 2 × 2 2 × 2 + 0 × -3. അപ്പം നമുക്ക് എന്ത് കിട്ടും? 9 × 4 + 1 × 8 44 കിട്ടും. ദെൻ 4 × 2 8 + -3 5 കിട്ടും. ദെൻ 2 × 9 + 0 × 8 എന്ന് പറയുന്നത് 18 കിട്ടും. നെക്സ്റ്റ് 2 × 2 4 വരും, പ്ലസ് 0 × -3 4 + 0 4 തന്നെ കിട്ടും. ഇക്വേഷൻ നമ്പർ 2 ആയി. അപ്പം
അപ്പോൾ നമ്മൾ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ത് കിട്ടി? ദാ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതിയത് കിട്ടി. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ത് കിട്ടി? ഇതാ ഈ 2 എന്ന് പറയുന്നതും കിട്ടി. 1ഉം 2ഉം കൂടെ ഒന്ന് ചേർത്ത് നോക്കിക്കേ, രണ്ടും സെയിം ഈക്വൽ മെട്രിക്സ് അല്ലേ, അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസും നോക്കി വെക്കുക. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. കൺസിഡർ എ 2x2 മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ വെയർ എ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ ബൈ 2. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു 2x2 മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ 2 എന്ന് പറയുന്നത് റൈറ്റ് ദ ട്രാൻസ്പോസ് ഓഫ് എ. അപ്പോൾ എ കണ്ടുപിടിക്കുക, മെട്രിക്സ് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് നമുക്ക് എ കണ്ടുപിടിക്കാം. അപ്പോൾ എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ ഐ ജെ എന്ന് പറയുന്നത് ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 2x2 മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 2 റോസും 2 കോളംസുമാണ് ഉള്ളത്. അതായത് മൊത്തം 4 എലമെൻറ്റ്സ് ഉണ്ടാവും. അതായത് A11, A12, A21, A22 ഇത്രയും എലമെൻറ്റ്സ് ആവും അതിലുള്ളത്. ഈ A11 എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. A12 മീൻസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. A21 മീൻസ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. A22 മീൻസ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. ഓക്കെ, ഇതുണ്ടെങ്കിലേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ AIJ മീൻസ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ A11 ആണ്. അപ്പം A11 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ AIJ എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ A11 എന്ന് പറഞ്ഞാൽ ഐയുടെ സ്ഥാനത്ത് ഈ ഐയുടെ സ്ഥാനത്ത് 1 ആണ്, ജെയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ 1 + 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 2² ബൈ 2, 4/2 എന്ത് വരും? 2 എന്ന് കിട്ടും. അപ്പോൾ A11 2 എന്ന് കിട്ടി. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് A12 കണ്ടുപിടിക്കണം. അതായത് ഐയുടെ സ്ഥാനത്ത് 1ഉം ജെയുടെ സ്ഥാനത്ത് 2ഉം. അപ്പോൾ എങ്ങനെ വരും? 1 + 2, ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് 1 + 2 ദ ഹോൾ സ്ക്വയർ ബൈ 2. അതായത് 3² 9/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത എലമെൻറ്റും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A21 ആണ്. ഐയുടെ സ്ഥാനത്ത് 2ഉം ജെയുടെ സ്ഥാനത്ത് 1ഉം. അപ്പോൾ 2 + 1 ദ ഹോൾ സ്ക്വയർ ബൈ 2. അത് എന്ത് തന്നെ കിട്ടും? 3² 9/2 എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് A22 കണ്ടുപിടിക്കണ്ടേ? ഐയുടെ സ്ഥാനത്ത് 2, ജെയുടെ സ്ഥാനത്തും 2. 2 + 2 ദ ഹോൾ സ്ക്വയർ ബൈ 2. അതായത് 4² ബൈ 2 എന്ന് പറഞ്ഞാൽ 16/2 എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പം നമുക്ക് 4 എലമെൻറ്റ്സും കിട്ടി. അതായത് എ എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? A11 എന്ന് പറയുന്നത് 2 ആണ്, എഴുതി. A12 എന്ന് പറയുന്നത് 9/2 ആണ്, നമ്മൾ എഴുതി. A21 9/2 ആണ്, അതും എഴുതി. A22 എന്ന് പറയുന്നത് 8 ആണ്, അതും എഴുതി. നമുക്ക് എന്ത് കിട്ടി? എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പം എ നമുക്ക് കിട്ടി 2, 9/2, 9/2, 8. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ട്രാൻസ്പോസ് ഓഫ് എ. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് റോയെ കോളമാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഈ റോ എന്ന് പറയുന്നത് എന്താകും? കോളമാകും. അപ്പോൾ 2, 9/2 എന്ന് വരും. ഈ റോയും എന്താകും? കോളമാകും. 9/2, 8 എന്ന് വരും. നോക്കിക്കേ, എയും എ ട്രാൻസ്പോസും ഈക്വലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതിന് നമ്മൾ പേരൊക്കെ വിളിക്കും. അതൊക്കെ നമുക്ക് യൂണിറ്റ് 6 ആണ് പഠിക്കാനുള്ളത്. സോ ഇവിടെ എയും എ ട്രാൻസ്പോസും സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ കിട്ടി. താങ്ക് യു.